ഭാരതി കുളിക്കുള്ളിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ നിധിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധിയാണെങ്കിലും മുകളിൽ നിന്നിട്ട് നമ്മൾ ഭാസ്കരനെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ നിധി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഈ സമയത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഉറക്കമൊന്നും എഴുന്നേൽക്കത്തില്ലല്ലോ. പിന്നെ എന്താ ഈ ടൈമിലെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഭാസ്കരൻ ഇങ്ങനെ പറയുന്നുണ്ട്, മോൾ ഇവിടെയാണ് താമസമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അത് ചോദിച്ചിട്ടാണെങ്കിലും അവൻ കറക്റ്റായിട്ട് പറഞ്ഞൊന്നും തന്നില്ല. പിന്നെ ഇവിടെ വരരുതെന്നുള്ള രീതിക്ക് എങ്ങനെയോ വഴി പറഞ്ഞ് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ അവന് സുധീഷാണെങ്കിൽ അങ്ങനെ കാണിച്ചതിന് കാരണക്കാരൻ ഞാനും കൂടെ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി ചോദിക്കുന്നുണ്ട്, ഓഹോ മോനെ രക്ഷിക്കാൻ വേണ്ടിയാണോ, മോൻ പറഞ്ഞു വിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, മോക്കറിയാലോ ഞാനാണെങ്കിൽ ആരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളല്ലെന്നുള്ള കാര്യം മോക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ പിരിയേറ്റി വിട്ടേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന നിധിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, കൊള്ളാം എന്തായാലും ഒരു മകനിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നല്ലോ ഞങ്ങളുടെ കല്യാണം ഒറിജിനലായിട്ട് നടന്നതല്ല എന്നുള്ള കാര്യമൊക്കെ എല്ലായിടത്തും പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അയാൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പിന്നെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ നിധിയാണെങ്കിൽ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, മേലെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയത് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനെ ആണെങ്കിൽ അവിടുന്ന് പറഞ്ഞൊക്കെ വിടുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് ആരും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ നികേഷിൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിക്കുന്ന സമയത്തും നികേഷ് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളെ ഹരീഷാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ അടുത്ത് മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേട്ടനെങ്കിലും ഒന്ന് പറ ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ആരെങ്കിലും കൊന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിധി ഇവിടുന്ന് പോയത് നമ്മളാരും പറഞ്ഞു വിട്ടേലല്ലേ, അവളെ സ്വന്തം ഇഷ്ടത്തിന് അവൾ ഇവിടുന്ന് പോയതല്ലേ എന്നൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്താ എന്നും കള്ളുപിടിച്ച് വരുന്ന ഒരാളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അവൾ എൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷിടം പറയുന്നുണ്ട്, അതിന് അവൾ നിന്നെ അംഗീകരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭർത്താവായിട്ട്. ആ സമയത്ത് നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഞാനാണെങ്കിൽ ഒരു തകർച്ചയുടെ വക്കിലാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട് അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അത് കള്ളു കുടിച്ചിട്ടാണോ ഏട്ടത്തി എടുത്ത് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയേണ്ടത്, ഏട്ടൻ എപ്പോഴെങ്കിലും നേരിട്ടാണെങ്കിൽ ഏട്ടത്തി ഇഷ്ടമാണെന്ന് ഏട്ടൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ സുധീഷ് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഏട്ടത്തി തിരിച്ച് വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്നത് നമ്മൾ സുധീഷിനാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ ആവുന്നുണ്ട്. സുധീഷാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പ്രണയത്തിനൊക്കെ കുറിച്ച് നിൻ്റെ അടുത്തൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയായി പോയല്ലോ എൻ്റേതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, ശരി ശരി എന്നാൽ ഇവിടുന്ന് പോകാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, പോകല്ലേടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അവന്മാരിപ്പോൾ ഇങ്ങോട്ട് വരും, അതിന് മുമ്പേ പോകാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ പിന്നെ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സുധീഷ് നേരെ നമ്മൾ നിധിയുടെ ഓഫീസിലോട്ട് പോകുന്നു. സുധീഷാണെങ്കിൽ നിധിയുടെ ഓഫീസിൽ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കൊറിയർ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ സുധീഷിനെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് അവിടെ വന്ന് മുമ്പ് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ ആ പെണ്ണിങ്ങനെ ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയും, ഹലോ നിധിയെ ഒന്ന് വിളിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, വേണമെങ്കിൽ അകത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം, നിധി ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കും ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി എന്നിട്ട് നമ്മൾ നിധിയെടുത്ത് പറയുന്നുണ്ട്, അന്ന് ഇവിടെ ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആളില്ലേ, അവൾ പുറത്ത് നിൽപ്പുണ്ടെന്നൊക്കെ നമ്മൾ നിധിയെടുത്ത് പറയുന്നത്. നമ്മൾ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷാണെങ്കിൽ നമ്മളെ നിധിയെടുത്ത് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിധിയാണെങ്കിൽ അത്ര വലിയ ഇതായിട്ടൊന്നും എടുക്കത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്, എൻ്റെ അടുത്തുനിന്ന് സോറി എന്ന് പറഞ്ഞ് ഒന്ന് ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കാര്യമാണ് ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ അനുഭവിച്ച ട്രോമയും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ജന്മത്തിൽ എനിക്ക് നിങ്ങളടുത്ത് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ സമയത്താണെങ്കിൽ അവരെല്ലാം നിധിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ആ സമയത്ത് നമ്മൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, സുധീഷിനെ ഒന്ന് വിളിച്ച് നോക്കാൻ, എന്താ അവൻ രാവിലെ തൊട്ട് ഒരു ഫുഡും കാര്യങ്ങളൊന്നും അവൻ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, എനിക്കൊന്നും വയ്യ വിളിക്കാൻ, സുധീഷ് ചേട്ടൻ ഇങ്ങ് വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കരനെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നും ദോശയാണോടാ, നിനക്ക് കൂലിക്ക് ഓരോ ദോശമാവാണോ എന്ന് കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ആ ഊട്ടി കൊടുക്ക്, ഇയാൾ കാരണമാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ഹരീഷെ മിണ്ടാതിരിക്കടാ, കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ കഴിച്ചിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ ഇവിടുത്തെ കച്ചറ ഉണ്ടാക്കരുതെന്നൊക്കെ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഈ അച്ഛനാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ സുധീഷ് ചേട്ടന് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും
ഉണ്ടായത് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മകനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അതേടാ ഇനിയിപ്പോൾ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലമണ്ടയെ കൊണ്ടിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ മണ്ടത്തരങ്ങൾ ചെയ്തതിന് ഇപ്പോൾ ഞാൻ ആ കുറ്റം ഏറ്റെടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടാണ് അനുസരിച്ച് നിങ്ങൾ നിന്നത്, നിങ്ങളെയൊക്കെ ഇഷ്ടം പോലെ അല്ലേ നിങ്ങൾ, അപ്പം ഇതും അങ്ങനെ തന്നെ അങ്ങ് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഞാൻ ചുമക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്തവും നിങ്ങൾക്കുള്ളതാണെന്നൊക്കെ ഹരീഷും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.